ആളും അരങ്ങും ഒരുങ്ങി കഴിഞ്ഞു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെയും ജലോത്സവ പ്രേമികളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ പൂർവികരായി ഞങ്ങൾക്ക് മുൻപേ ഈ വേദിയെ ധന്യമാക്കി വിവരണം നൽകിയവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരവർപ്പിച്ചുകൊണ്ട് പുന്നമടക്കായലിന്റെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന 10,000-കണക്കിന് ജലോത്സവ പ്രേമികളെ സ്വാഗതം ചെയ്തുകൊണ്ട് കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി, എതിരേറ്റ് ഡി സജി, ഹരിപ്പാട് അജു, മേൽപ്പാടം പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, അധീന സോണിക്കെ, അതെ ആവേശത്തിന്റെ ആർപ്പവിളി ഉയരുകയാണ്. പൊന്നിൻ ചിങ്ങമാസം തിരുവോണത്തിന് മലയാളികൾ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതെ, കള്ളവും ചതിവുമില്ലാത്ത മലയാളികളുടെ മനസ്സിലേക്ക് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പഴയകാല സ്മരണകൾ കടന്നു വരികയാണ്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, അതെ കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത പഴയകാല സ്മരണകള് മലയാളികള് ഓർക്കുമ്പോൾ ഇന്നിതാ എല്ലാ കണ്ണുകളും പുന്നമടയിലേക്ക്, എല്ലാ കാതുകളും പുന്നമടയിലേക്ക്. പുന്നമട കായലില് ആവേശത്തിന്റെ ആർപ്പവിളി ഉയർന്നു കഴിഞ്ഞു. പേരും പെരുമയും ആർജിച്ച ജലരാജാക്കന്മാർ ജലപോരാട്ടത്തിനായി, നയമ്പ് യുദ്ധത്തിനായി പുന്നമടയിൽ ഇതാ 71 ജലരാജാക്കന്മാർ, 21 ചുണ്ടൻ വള്ളങ്ങള്, 50 ചെറുവള്ളങ്ങൾ പുന്നമടയിൽ ഇതാ അണിനിരക്കുകയാണ്. അതെ, കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ പട്ടണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്യം ഭരിച്ചിരുന്ന വൈസ്രോയി ആയിരുന്ന കട്സൺ പ്രഭു ഓമന പേരിട്ട് ആലപ്പുഴയെ വിളിച്ചു കിഴക്കിന്റെ വെനീസ് എന്ന്. ഈ കിഴക്കിന്റെ വെനീസിന്റെ തൊട്ടു കിഴക്കുള്ള പ്രശാന്ത സുന്ദരമായ പുന്നമട കായൽ 2033 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപൃതമായ വേമ്പനാട്ട് കായല്. ഈ വേമ്പനാട്ട് കായലിന്റെ ഭാഗമായ പുന്നമടയുടെ 1150 മീറ്റർ ദൈർഘ്യം വരുന്ന ഓളപ്പരപ്പില് ഇതാ തീപിടിക്കുവാൻ പോകുകയാണ്. ഇവിടെ യുദ്ധം ആരംഭിക്കുവാൻ പോകുകയാണ്. ഈ യുദ്ധത്തില് അതേ ആവേശത്തിന്റെ തിരമാലകളെ വാനോളം ഉയർത്തിക്കൊണ്ട്, ആവേശത്തിന്റെ തിരമാലകളില് ചുണ്ടൻ വള്ളങ്ങള് ഇവിടേക്ക് കുതിച്ചുയരുവാൻ പോകുകയാണ്. അതെ, ആ പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടം BBC യുടെ കൈനകരി, KCBC യുടെ കാര്യം